Welcome back, my dear students, on a new lecture on basic topology. So, previous lecture, നമ്മൾ ഒരു ഫാമിലി ബേസ് ആക്കാനുള്ള കണ്ടീഷൻ വിത്തൗട്ട് കവറിങ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അവിടെ നമ്മൾ യൂസ് ചെയ്ത ഐഡിയ, നമ്മളൊരു സെറ്റ് എടുത്തു എസിൻ്റെ ഫാമിലി എസിൽ നിന്നൊരു ബീറ്റ കൺസ്ട്രക്ട് ചെയ്തു. ബീറ്റ കൺസിസ്റ്റ് ഓഫ് all the sets which are finite intersection of members of S. എസിൻ്റെ അകത്തെ മെമ്പേഴ്സിൻ്റെ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ മെമ്പേഴ്സ് ആണ് ബി. ഈ ബി അല്ലെങ്കിൽ ബീറ്റ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്തത് ബി ഈസ് എ ബേസ് ഫോർ ദ ടോപ്പോളജി. ഞാൻ എല്ലാം കണ്ടാണ് കൊടുത്തത്. സോ ദേഴ്സ് എ റിലേഷൻ. നമ്മൾ അപ്പോൾ എക്സ് എന്ന് പറഞ്ഞൊരു സെറ്റിൻ്റെ ഒരു ഫാമിലി ഓഫ് സബ്സെറ്റ്സ് എടുത്തു. ആ ഫാമിലി ഓഫ് സബ്സെറ്റ്സിൽ നിന്ന് നമ്മൾ എന്താണ് അതിൻ്റെ മെമ്പേഴ്സിൻ്റെ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ എടുത്തു, അതിനൊരു പുതിയ കളക്ഷനായിട്ട് എടുത്തു. ആ കളക്ഷനെ നമുക്കൊരു ടോപ്പോളജി കണ്ടെത്താൻ പറ്റി. ഓക്കെ, സോ ദ ഓർഡർ ഈസ് വി ഹാവ് ടേക്കൺ ആൻ എസ് ആൻഡ് കൺസ്ട്രക്റ്റഡ് എ ബി വിച്ച് ഈസ് ദ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് എസ് ആൻഡ് ബി ബിക്കംസ് എ ബേസ് ഫോർ സം ടോപ്പോളജി. ഇങ്ങനെ ഒരു സെറ്റിൽ നിന്ന് ഒരു ബേസ്, ആ ബേസ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ടേക്കിംഗ് ദ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് എസ്. ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് അതിനൊരു ടോപ്പോളജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എസിനെ ഈ ടോപ്പോളജിയുടെ സബ് ബേസ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ഒരു സെറ്റ് ഒരു ടോപ്പോളജിയുടെ സബ് ബേസ് ആകണമെങ്കിൽ ഈ എസിൻ്റെ മെമ്പേഴ്സിൻ്റെ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ഷുഡ് ബി എ ബേസ് ഫോർ ദ ടോപ്പോളജി. ഓക്കെ, അപ്പോൾ എസിൽ നിന്ന് വേണം ബേസ് കൺസ്ട്രക്ട് ചെയ്യാൻ. എസിൻ്റെ അകത്തെ മെമ്പേഴ്സിൻ്റെ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ എടുത്താൽ ദാറ്റ് ഷുഡ് ഫോം എ സെറ്റ് ബി ആൻഡ് ബി ഷുഡ് ബി എ ബേസ് ഫോർ ദ ടോപ്പോളജി. Then only we can say that the set S is a subbase. So we can formally state it out. So a family of subsets S of X is said to be a subbase for the topology tau on X if the family of all finite intersection of members of S is a base for tau. അതായത് ഒരു ഫാമിലി ഓഫ് സബ്സെറ്റ് എക്സിൻ്റെ ഒരു സബ്സെറ്റ് ഒരു സബ്ബേസ് ടോ എന്ന് പറഞ്ഞ ടോപ്പോളജിയുടെ സബ്ബേസ് ആകണമെങ്കിൽ എസിൻ്റെ അകത്തെ മെമ്പേഴ്സിൻ്റെ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ എടുത്താൽ അതിലൂടെ ഒരു ബി കിട്ടും. ആ ബി ഷുഡ് ബി ദ ബേസ് ഫോർ ദ ടോപ്പോളജി ടോ. ദാറ്റ് ഇസ് ദ കണ്ടീഷൻ. സോ ലെറ്റ് us go on to some example. One classic example is നമ്മൾ റിയൽ നമ്പേഴ്സിൻ്റെ അകത്ത് എക്സ് ഈസ് ഈക്വൽ ടു റിയൽ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് യൂഷ്വൽ ഡിസ്റ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്ന ടോപ്പോളജി. ഓക്കെ, സോ ആർ ടോ എന്ന് പറഞ്ഞ ആ ടോപ്പോളജി അതിൻ്റെ ബേസ് ആണ് യൂഷ്വലി യു ക്യാൻ സേ ദാറ്റ് സെറ്റ് ഓഫ് ഓൾ എ ബി where a comma b belongs to R is actually a base. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സബ് ബേസ് നമുക്ക് എടുക്കണം. ഓക്കെ, ഇനി ഞാൻ സബ് ബേസ് എസ് എടുക്കുന്നു. set of all minus infinity a and where a belongs to R union set of all a infinity legal b infinity where b belongs to R. ഓക്കെ, ഇതിൻ്റെ ഈ സെറ്റുകളുടെ രണ്ടിൻ്റെ യൂണിയൻ ആയിട്ടാണ് നമ്മൾ എസ് എടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓൾറെഡി ഒരു ബേസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ബേസ് ഈ സെറ്റിൻ്റെ അകത്തെ മെമ്പേഴ്സിൻ്റെ ഇൻ്റർസെക്ഷൻ ആയിട്ട് വരികയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് സെറ്റ് എസ് ഈസ് എ സബ് ബേസ്. കാരണം ഇത് ഓൾറെഡി ഈ ടോപ്പോളജിയുടെ ബേസ് ആണ് നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. സോ ഇതിൻ്റെ അകത്ത് ഏതൊരു ആർബിട്രറി ഓപ്പൺ ബോൾ എന്ന് വെച്ചാൽ ഓപ്പൺ ഇൻ്റർവൽ എ ബിയും ഇതിൻ്റെ അകത്തെ മെമ്പേഴ്സിൻ്റെ ഇൻ്റർസെക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റിയാൽ വിച്ച് മീൻസ് ദാറ്റ് എസ് ഈസ് എ സബ് ബേസ് ഫോർ ദ ടോപ്പോളജി ടോ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ആർബിട്രറി മെമ്പർ എടുത്തു എ ബി ഓപ്പൺ ഇൻ്റർവൽ എ ബി belongs to R, belongs to B. Okay, where A is less than B.
ഓക്കെ, നമുക്ക് ഓപ്പൺ ഇന്റർവൽ എ ബിയെ നമുക്ക് ഇങ്ങനെ എഴുതാം, -∞ എ ഇന്റർസെക്ഷൻ -∞ ബി ഇന്റർസെക്ഷൻ എ ഇൻഫിനിറ്റി എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദിസ് ഈസ് -∞ ബി എന്ന് വെച്ചാൽ ബി എയെക്കാട്ടിലും വലുതാണ്, ബി ഈസ് ഗ്രേറ്റർ ദാൻ. ഓക്കെ, സോ ഇത് -∞ തൊട്ട് ബി വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. എ അതിനെക്കാട്ടിലും ചെറുതാണ്. സോ എ തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സ് ആണ് ഈ രണ്ടാമത്തെ സെറ്റ്. സോ ഇതിന്റെ രണ്ടിന്റെ ഇന്റർസെക്ഷൻ എന്ന് വെച്ചാൽ കോമൺ റീജിയൻ ഷുഡ് ബി ദിസ് എ ബി എന്ന് പറഞ്ഞ ഈ റീജിയൻ. സോ എ ബിയെ ഇതിന്റെ അകത്ത് രണ്ട് മെമ്പേഴ്സിന്റെ യൂണിയൻ ആയി ഇന്റർസെക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, സോ എ ബി എന്നുള്ളത് ബിക്കകത്ത് ഒരു ആർബിട്രറി സെറ്റ് ആയതുകൊണ്ട് ബിക്കകത്തെ എല്ലാ മെമ്പേഴ്സിനെയും എസിന്റെ അകത്തെ മെമ്പേഴ്സിന്റെ ഇന്റർസെക്ഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. വിച്ച് മീൻസ് ദാറ്റ് ഓൾറെഡി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് ബി ഈസ് എ ബേസ് ഫോർ ദിസ് ടോപ്പോളജി. ബി ഈ ടോപ്പോളജിയുടെ ബേസ് ആയതുകൊണ്ട് we can say that S is a subbase. That is, S is a subbase for R2. ഇനി നമുക്ക് വേറൊരു ബീറ്റ എടുക്കുകയാണ്. B is equal to set of all A B where A, B belongs to Q. ഇതും ബേസ് ആണെന്ന് അറിയാം. അവിടെയും എന്തെടുത്താൽ മതി, ഇവിടെ A belongs to R. S ന് പകരം S is equal to set of all -∞ A interval where A belongs to Q union set of all B infinity where B belongs to Q. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും എ ബി എങ്ങനെ എഴുതാൻ സാധിക്കും? എ ബി ഷുഡ് ബി ഈക്വൽ ടു -∞ ബി ഇന്റർസെക്ഷൻ എ ഇൻഫിനിറ്റി എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ഓൾസോ എ ഫാമിലി. Every member of this B can be written as the intersection of members of S, and B is a base for this topology. So this is again a subbase. So these are the examples of subbase. അപ്പം ബേസ് കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്ന സെറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സബ്ബേസുകൾ എന്ന് ജനറലി വിളിക്കുന്നത്. Now it is quite natural to ask why we define subbase. എന്തിനാണ് നമ്മൾ സബ്ബേസ് ഡിഫൈൻ ചെയ്യുന്നത്? ഓക്കെ, നമുക്ക് ഓൾറെഡി ഒരു ബേസ് ഉണ്ടല്ലോ. ബേസിൽ നിന്ന് എന്തിനാണ് സബ് ബേസ് എന്നൊരു കാര്യത്തിലേക്ക് പോകുന്നത്? നമുക്കറിയാം, വി ഹാവ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ദാറ്റ് ഫോർ എനി ആർബിട്രറി ഫാമിലി ബീറ്റ കനോട്ട് ബി എ ബേസ് ഫോർ സം ടോപ്പോളജി. നമ്മൾ ഓൾറെഡി അതിന്റെ കൗണ്ടർ എക്സാമ്പിൾ പറഞ്ഞാണ്. ഏതൊരു ഫാമിലി ഓഫ് സെറ്റ് എടുത്തെന്ന് പറഞ്ഞാലും അത് ഒരു ടോപ്പോളജിയുടെ ബേസ് ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇതെന്താണെങ്കിൽ ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ ബേസ്. ഓൾറെഡി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പൊ എല്ലാ ഫാമിലി ഓഫ് സെറ്റും ബേസ് ആകത്തില്ല. ഓക്കെ, ഏത് ഫാമിലി ഓഫ് സെറ്റിൽ നിന്ന് ഒരു ബേസ് കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ടോപ്പോളജി കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല, ഒരു ബേസ് ഉണ്ടാക്കാൻ പറ്റില്ല ഇൻ ജനറൽ ആ ടോപ്പോളജി. നൗ അപ്പം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഏതൊരു ഫാമിലിയിൽ നിന്നും ഈ ടോപ്പോളജി കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത ബേസ് സബ് ബേസിന്റെ കൺസെപ്റ്റ് ഇതാണ്. നമ്മളൊരു സെറ്റ് എടുക്കുന്നു, ആ സെറ്റിന്റെ അകത്തെ മെമ്പേഴ്സിന്റെ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ എടുക്കുന്നു. ആ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ എടുത്താൽ ആ കളക്ഷൻ ഒരു ബേസ് ആയിരിക്കും ഒരു ടോപ്പോളജിയുടെ. സോ വിച്ച് മീൻസ് ദാറ്റ് നമുക്ക് ഏതൊരു ഫാമിലി ബേസ് ആയിട്ടുള്ള ഒരു ടോപ്പോളജി കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ കൂടി നമുക്കൊരു സെറ്റ് തരികയാണെങ്കിൽ ആ സെറ്റിൽ നിന്ന് വി ക്യാൻ ഓൾവേസ് കൺസ്ട്രക്ട് എ ടോപ്പോളജി. ഓക്കെ, ഒരു സെറ്റ് ആർബിട്രറി ഫാമിലി ഓഫ് സെറ്റ് എസ് തരുന്നു. എസിന്റെ അകത്തെ മെമ്പേഴ്സിന്റെ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ആണ് ബി. സോ ബി ഷുഡ് ബി ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ. എസിന്റെ അകത്തെ മെമ്പേഴ്സിന്റെ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ആണ് ബിക്കകത്തെ മെമ്പേഴ്സ്. സോ ഇത് ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ആയതുകൊണ്ട് ബി ഷുഡ് ബി എ ബേസ് ഫോർ സം ടോപ്പോളജി എൽ. സോ എസിൽ നിന്ന് നമുക്ക് ഒരു ടോപ്പോളജി ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഒരു ആർബിട്രറി സെറ്റ് തന്നാൽ ദാറ്റ് സെറ്റിൽ നിന്ന് ആ സെറ്റ് ബേസ് ആകുന്ന ഒരു ടോപ്പോളജി ജനറേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഒരു ആർബിട്രറി സെറ്റ് തന്നാൽ ആ സെറ്റിൽ നിന്ന് ഒരു ബേസ് ഉണ്ടാക്കാൻ പറ്റും, ആ ബേസ് എന്നൊരു ടോപ്പോളജി ഉണ്ടാക്കാൻ പറ്റും. സോ ഇൻ ജനറൽ every set can be a subbase of some topology. Every set cannot be a base for some topology. Every set
can be a subbase of some topology. അപ്പോൾ ഇതാണ് സബ്ബേസ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സെറ്റിനെയും ബേസ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി എല്ലാ സെറ്റിൽ നിന്നും ഒരു ടോപ്പോളജി കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ടോപ്പോളജി ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും എന്നുള്ള കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ സബ്ബേസ് ഡിഫൈൻ ചെയ്തത്. കാരണം ആർബിട്രറി സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ബേസ് ആകും, ആ ബേസിൽ നിന്ന് ഒരു ടോപ്പോളജി ഉണ്ടാകും. അപ്പം ഈ ടോപ്പോളജിയും ഈ സെറ്റും തമ്മിലുള്ള റിലേഷൻ ആണ് ഈ സെറ്റ് ഈ ടോപ്പോളജിയുടെ സബ്ബേസ് ആണ്. സോ the concept is any set can be a subbase of some topology. That's what we are going to prove in the next lesson. So the statement of the theorem is, let X be a set, tau a topology on X, and S a family of subset of X, then S is a subbase for tau if and only if S generates tau. Okay, so ഒരു സെറ്റ് ഉണ്ട്, ആ സെറ്റിൻ്റെ അകത്ത് ഒരു ടോപ്പോളജി ഉണ്ട്, ആ സെറ്റിൻ്റെ ഒരു ഫാമിലി ഓഫ് സബ്സെറ്റ്സ് ഉണ്ട് എസ്. എസ് ടോയുടെ സബ്ബേസ് ആകണമെങ്കിൽ എസ് ഷുഡ് ജനറേറ്റ് ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേറൊരർത്ഥം മീനിങ് എവരി സബ് ഫാമിലി ഓഫ് സബ്സെറ്റ് ഓഫ് എ പെർട്ടിക്കുലർ സെറ്റ് ക്യാൻ ബി എ സബ്ബേസ് ഫോർ എ ടോപ്പോളജി. ബേസിന്റെ കേസ് ട്രൂ അല്ലെങ്കിൽ സബ് ബേസിന്റെ കേസ് ട്രൂ ആണ്. സോ ദ പ്രൂഫ്. സോ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഫസ്റ്റിൽ അസ്യൂം ദാറ്റ് എസ് ഈസ് എ സബ് ബേസ് ഫോർ ടോ, then we have to prove that S generates tau. Second thing is S generates tau ആണെങ്കിൽ we have to prove that S is a subbase for tau. Now what does S generates tau means? S tauയെ generate ചെയ്യുന്നു ഉള്ളതിന്റെ മീനിങ് എന്താണ്? Okay, S generates tau. So the S generates tau means tau is the smallest topology containing S. എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും സ്മോളസ്റ്റ് ടോപ്പോളജിയാണ് ടോ എന്ന് പറയുന്നത്. അങ്ങനെ അതാണ് എസ് ജനറേറ്റ്സ് ടോ എന്നുള്ളതിൻ്റെ മീനിങ്. നമ്മൾ ഓൾറെഡി ഇതിന് സിമിലർ ആയിട്ട് ഒരു ബേസ് ഒരു ടോപ്പോളജി ജനറേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് is actually another way of saying that base B generates tau, or tau is the smallest topology containing that base B. അങ്ങനെയാണ് നമ്മൾ അവിടെ പറഞ്ഞത്. Okay, so first assume that, so let B be a family of finite intersection of members of S. Okay, so first suppose that S is a subbase for tau. Okay, so we have to prove that S generates tau. Okay, S contains the smallest topology ആണ് tau, or tau is the smallest topology containing S. Okay, first of all അതിനു വേണ്ടി പ്രൂവ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എസ് ടോയ്ക്കകത്തുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. കാരണം ടോ കണ്ടെയ്ൻ ചെയ്യുന്ന എസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും സ്മോളസ്റ്റ് ടോപ്പോളജി ആണ് ടോ. അങ്ങനെയാണെങ്കിൽ എസ് ടോയ്ക്കകത്തെ മെമ്പർ ആയിരിക്കണം. ഓക്കെ, നൗ എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. കാരണം എസിൻ്റെ അകത്തെ മെമ്പേഴ്സിന്റെ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ആണ് ബിക്കകത്തെ വരുന്നത്. ഓക്കെ, മെമ്പേഴ്സ് എസിൻ്റെ അകത്തെ മെമ്പേഴ്സ് എല്ലാം ബിക്കകത്ത് വരും. ഒറ്റ സെറ്റിന്റെ മാത്രമായിട്ട് ഇന്റർസെക്ഷൻ എടുത്താൽ മതി. സോ എസിൻ്റെ അകത്ത് എല്ലാ മെമ്പേഴ്സും ഇറ്റ് സെൽഫ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി. ഇനി ബി ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജിയാണ് നമ്മൾ ടോ ആയിട്ട് കൺസിഡർ ചെയ്തത്. സോ ബി ടോപ്പോളജിയുടെ ബേസ് ആണ്. സോ ബി ഇസ് എ സബ്സെറ്റ് ഓഫ് ടോ. സോ എസ് സബ്സെറ്റ് ഓഫ് ബി, ബി സബ്സെറ്റ് ഓഫ് ടോ, വിച്ച് ഇംപ്ലൈസ് എസ് സബ്സെറ്റ് ഓഫ് ടോ. സോ ടോ കണ്ടെയ്ൻസ് എസ്. ഇനി ടോ ഷുഡ് ബി ദ സ്മോളസ്റ്റ് ടോപ്പോളജി കണ്ടെയ്നിങ് എസ്. സോ അങ്ങനെയല്ല അസ്യൂം ചെയ്യുന്നത്. ലെറ്റ് സ്ക്രിപ്റ്റ് യു
be any other topology containing S. എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറൊരു ടോപ്പോളജിയാണ് യു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടോ ഇസ് ദ സ്മോളസ്റ്റ് ടോപ്പോളജി കണ്ടെയ്നിങ് എസ് ആയിരിക്കണം. സോ എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് ടോപ്പോളജി എടുത്താലും then we have to prove that tau should be subset of u. tau uവിന്റെ എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറെ ഏതൊരു ടോപ്പോളജി എടുത്താലും ആ ടോപ്പോളജിയെക്കാട്ടിലും ചെറുതാണ് tau എന്ന് പ്രൂവ് ചെയ്യണം. Okay, this is what we need to prove. So we have to prove that tau is a subset of u. ഇനി tau subset of u ആണെന്ന് പറയാൻ വേണ്ടി ടോയ്ക്കകത്തെ എല്ലാ മെമ്പേഴ്സും യുവിൻ്റെ അകത്തുണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. അതായത് ടോയ്ക്കകത്തെ ഏതൊരു ഓപ്പൺ സെറ്റ് എടുത്തെന്ന് പറഞ്ഞാലും ആ ഓപ്പൺ സെറ്റ് യുവിൻ്റെ അകത്തെ മെമ്പർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇനി യു കണ്ടെയ്നിങ് എസ് ആയതുകൊണ്ട് എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് യു. ഓക്കെ, ആൻഡ് യു ഈസ് എ ടോപ്പോളജി and topology is closed under finite intersection. U is closed under finite intersection. So which means that finite intersection of members of U, members of S is in U. എസിൻ്റെ അകത്തെ മെമ്പേഴ്സിൻ്റെ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ യുവിൻ്റെ അകത്ത്. കാരണം യുവിൻ്റെ അകത്ത് എസ് ഉണ്ട്. എസ് യു ടോപ്പോളജി ആയതുകൊണ്ട് യു ഷുഡ് ബി ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ. സോ യുവിൻ്റെ അകത്തെ മെമ്പേഴ്സിൻ്റെ ഏത് ഇൻ്റർസെക്ഷൻ എടുത്താലും അത് യുവിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അപ്പോൾ യുവിൻ്റെ അകത്തെ മെമ്പറാണ് എസ്. സോ എസിൻ്റെ അകത്തെ മെമ്പേഴ്സിൻ്റെ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ എടുത്താൽ അത് യുവിൻ്റെ അകത്ത് കാണും. ഓക്കെ, നൗ എസിൻ്റെ അകത്തെ മെമ്പേഴ്സിൻ്റെ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ എന്ന് വെച്ചാൽ ബി ആണ്. Okay, B is the finite intersection of members of S. So which means that B subset of U. അപ്പോൾ B യുവിൻ്റെ അകത്തെ മെമ്പർ ആണെന്ന് കിട്ടി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടോ ഇസ് എ സബ്സെറ്റ് ഓഫ് യു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ടോയ്ക്കകത്തെ ഒരു ഓപ്പൺ സെറ്റ് എടുക്കുക. ലെറ്റ് G belongs to ടോ. ഓക്കെ, നൗ B is a base for tau, which means that ടോയ്ക്കകത്തെ ഏതൊരു എലമെന്റിനെയും ബിക്കകത്തെ മെമ്പേഴ്സിന്റെ യൂണിയൻ ആയിട്ട് എഴുതാൻ സാധിക്കും. സോ G can be written as G is equal to union, let's say I belongs to I, Bi, where Bi belongs to script B for all I belongs to I. G ടോയ്ക്കകത്തെ മെമ്പറാണ്. സോ G ഈസ് ആൻ ഓപ്പൺ സെറ്റ്. എല്ലാ ഓപ്പൺ സെറ്റുകളെയും ബേസിൻ്റെ അകത്തെ മെമ്പേഴ്സിന്റെ യൂണിയൻ ആയിട്ട് എഴുതാൻ സാധിക്കും. സോ G ഷുഡ് ബി ഈക്വൽ ടു യൂണിയൻ I ബിലോങ്സ് ടു I Bi. നൗ B ഈസ് ആൻ എലമെന്റ് ഓഫ് U. B ഈസ് എ സബ്സെറ്റ് ഓഫ് U ആൻഡ് U ഈസ് എ ടോപ്പോളജി. ആൻഡ് ടോപ്പോളജി ഈസ് ക്ലോസ്ഡ് അണ്ടർ ആർബിട്രറി യൂണിയൻ. ഓക്കെ, ഇനി ബി യുവിൻ്റെ അകത്തെ മെമ്പേഴ്സ് ആണെങ്കിൽ ഈച്ച് ബി ഐ ബിലോങ്സ് ടു യു ആണ്. ഓക്കെ, സോ വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ ആർബിട്രറി യൂണിയൻ ആയതുകൊണ്ട് യൂണിയൻ ഐ ബിലോങ്സ് ടു ഐ, ബി ഐ ബിലോങ്സ് ടു യു, വിച്ച് മീൻസ് ദാറ്റ് ജി ബിലോങ്സ് ടു യു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ജി ബിലോങ്സ് ടു ടോ. ടോയ്ക്കകത്ത് ഒരു ആർബിട്രറി ഓപ്പൺ സെറ്റ് ആയിരുന്നു ജി, ഇംപ്ലൈസ് ജി ബിലോങ്സ് ടു യു. അപ്പം ടോയ്ക്കകത്തെ എല്ലാ മെമ്പേഴ്സും യുവിൻ്റെ അകത്തുണ്ട്, വിച്ച് ഇംപ്ലൈസ് tau is a subset of U. സോ നമ്മൾ പ്രൂവ് ചെയ്തത് യു എന്ന് പറയുന്നത് എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറെ ഏതോ ഒരു ടോപ്പോളജി ആയിരുന്നു. ഏത് ടോപ്പോളജി എടുത്താലും ആ ടോപ്പോളജിയെക്കാട്ടിലും ചെറുതാണ് ടോ എന്ന് പറയുന്നത്. അപ്പോൾ വിച്ച് മീൻസ് ദാറ്റ് ടോ ഇസ് ദ സ്മോളസ്റ്റ് ടോപ്പോളജി containing S. So which means that S generates tau. So first condition ആയി S sub base ആണെങ്കിൽ S
generates tau എന്ന കണ്ടീഷനായി. Now conversely നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് S generates tau ആണെങ്കിൽ S is a subbase എന്ന് പ്രൂവ് ചെയ്യാം. Now conversely assume that S generates tau. That is, tau is the smallest topology containing S. S-നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും സ്മോളസ്റ്റ് ടോപ്പോളജി ആണ് tau. ഓക്കെ, നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? We have to prove that S is a subbase for tau. അല്ലെങ്കിൽ B, that is B is a base for tau, where B is the collection of finite intersection of members of S. Okay, now നമ്മൾ assume ചെയ്തിട്ടുണ്ട് tau is the smallest topology containing S. So which means that S is a subset of tau. കാരണം S ന്റെ അകത്ത് tau ഉണ്ട്. And tau topology ആയതുകൊണ്ട് tau is closed under finite intersection. So tau is closed under finite intersection. ആയതുകൊണ്ട് തന്നെ എസിൻ്റെ അകത്തെ മെമ്പേഴ്സിന്റെ ഫൈനൈറ്റ് ഇന്റർസെക്ഷനുകളെല്ലാം ടോയ്ക്കകത്തെ മെമ്പേഴ്സാണ്. എസിൻ്റെ അകത്തെ മെമ്പേഴ്സിന്റെ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ആണ് ബി എന്ന് പറയുന്നത്. ഓക്കെ, സോ വിച്ച് മീൻസ് ദാറ്റ് ബി സബ്സെറ്റ് ഓഫ് ടോ. സിൻസ് ബി ഇസ് ദ collection of finite intersection of members of S and S element of tau, and tau is a topology. Okay, so B subset of tau എന്ന് കിട്ടി. Now B is closed under finite intersection. ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ്റെ കേസിൽ ബി ക്ലോസ്ഡ് ആണ്. നമ്മൾ പ്രീവിയസ്ലി പഠിച്ച കൊളോളറി അനുസരിച്ച് ഒരു സെറ്റ് ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ആണെങ്കിൽ ദർ എക്സിസ്റ്റ് എ ടോപ്പോളജി വിത്ത് ബി ആസ് എ ബേസ്. സോ ബൈ കൊളോളറി സ്റ്റേറ്റ് ചെയ്യാണ് ഇവിടെ ദർ എക്സിസ്റ്റ് എ ടോപ്പോളജി, ലെറ്റ്സ് സേ സ്ക്രിപ്റ്റ് യു, with B as a base and U is unique. Now അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടോ എന്ന് പറയുന്നതിന്റെ ബേസ് ആണ് ബി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ടോ എന്ന് പറയുന്നതിന്റെ ബേസ് ബി ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരം ഇപ്പൊ നമുക്ക് യു എന്ന് പറയുന്ന ഒരു ടോപ്പോളജി കിട്ടി വിത്ത് ബി ആസ് എ ബേസ്. ഈ ടോയും യുവും സെയിം ആയി പോയി കഴിഞ്ഞാൽ ടോയും യുവും സെയിം ആയതുകൊണ്ട് ബി അതിന്റെ ബേസ് ആവും. ബി അതിന്റെ ബേസ് ആയതുകൊണ്ട് എസ് അതിന്റെ സബ് ബേസ് ആവും. സോ നമ്മുടെ പ്രൂഫിന് വേണ്ടി ഇറ്റ് ഈസ് ഇനഫ് ടു പ്രൂവ് ദാറ്റ് യു ആൻഡ് ടോ ആർ ആക്ച്വലി ഈക്വൽ. ഇതാണ് ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, now B is a base for U, so which implies every member of U can be expressed as a union of members of, let's say, B. കാരണം ബേസ് ആയതുകൊണ്ട്. So let H belongs to U ആണെങ്കിൽ H is actually union I belongs to I, Bi, where Bi I belongs to I is in script B.
Now already പറഞ്ഞു script to be element of tau and tau is topology. Tau is closed under arbitrary union. Okay, so B tau bi belongs to tau for all I, which means that union I belongs to I bi which is equal to h element of tau. Okay, അപ്പോൾ ഞാൻ h എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് യു എന്ന് എടുത്തു. ഇപ്പോൾ കിട്ടി h എലമെന്റ് ഓഫ് ടോ. സോ യുവിൻ്റെ അകത്തെ എല്ലാ മെമ്പേഴ്സും ടോയ്ക്കകത്തെ മെമ്പേഴ്സ് ആണ്. സോ വിച്ച് ഇംപ്ലൈസ് യു ഈസ് എ സബ്സെറ്റ് ഓഫ് ടോ എന്ന് കിട്ടും. നൗ നമുക്കറിയാം ബീറ്റ ഈസ് എ ബേസ് ഫോർ യു. ബീറ്റ എന്ന് പറയുന്നത് സോറി ബീറ്റ അല്ല ബി എന്ന് പറയുന്നത് യുവിൻ്റെ ബേസ് ആണ്. സോ എസിൻ്റെ അകത്തെ മെമ്പേഴ്സിൻ്റെ ഫൈനൈറ്റ് യൂണിയൻ ആണ് ബി. സോ വിച്ച് മീൻസ് എസ് ഈസ് എ സബ് ബേസ് ഫോർ യു. സോ വിച്ച് മീൻസ് ദാറ്റ് എസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ യു. നമ്മൾ തുടങ്ങിയത് ടോ ഇസ് ദ സ്മോളസ്റ്റ് ടോപ്പോളജി കണ്ടെയ്നിങ് എസ് ആണ്. ഇപ്പം നമുക്ക് കിട്ടി യു ഇസ് എ ടോപ്പോളജി കണ്ടെയ്നിങ് എസ്. ആൻഡ് we have already assumed that tau is the smallest topology containing S. Since tau is the smallest topology containing S, means ഇപ്പം എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറൊരു ടോപ്പോളജി യു കിട്ടി. ടോ എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ടോപ്പോളജി ആണ്. സോ റിലേഷൻ ഷുഡ് ബി ടോ is a subset of U. Okay, or tau is weaker than U. This is equation number 1 and this is equation number 2. രണ്ടുകൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ tau is equal to U. Script U എന്ന് കിട്ടി. Since script U is a topology with base B, ഇവിടെ U ടോയും സെയിം ആണ്, which implies tau is a topology with base B. ടോ എന്ന് പറഞ്ഞ ടോപ്പോളജിയുടെ ബേസ് ആണ് ബി. ബേസ് ബി ആണെന്നുണ്ടെങ്കിൽ വിച്ച് ഇംപ്ലൈസ് എസ് ഈസ് എ സബ് ബേസ് ഫോർ ടോ. കാരണം എസിൻ്റെ അകത്തെ മെമ്പേഴ്സിന്റെ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ആണ് ബിക്ക് അകത്ത് വരുന്നത്. ബി ടോയുടെ ബേസ് ആണ്, വിച്ച് മീൻസ് ബൈ ഡെഫിനിഷൻ എസ് ഈസ് എ സബ് ബേസ് ഫോർ ടോ. സോ വി ഹാവ് പ്രൂവ്ഡ് ഇറ്റ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതായി. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി ഏതൊരു സെറ്റ് എടുത്താലും ആ സെറ്റ് ഒരു ടോപ്പോളജിയുടെ ബേസ് ആകില്ല. പക്ഷെ ഏതൊരു സെറ്റ് എടുത്താലും ആ സെറ്റിൽ നിന്ന് ഒരു ടോപ്പോളജി ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ സെറ്റിനെ ആ ടോപ്പോളജിയുടെ സബ് ബേസ് ആക്കി എടുത്താൽ. Okay, so this is the idea. I hope you understood. Thank you.